48 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു മീറ്റ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഒമാനി ഷുവ എന്ന് പറയുന്ന ഒമാൻ്റെ നാഷണൽ ഡിഷാണ്. ഈ ഒമാനി ഷുവ റെസ്റ്റോറൻറ്റ്സിലൊക്കെ മുൻപ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതിൻ്റെ ഒരു കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈലിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് ഈ ഒരു ഈദ് അവധിക്ക് സാധിച്ചു. അതിൻ്റെ വീഡിയോസും എടുത്തു. السلام عليكم. كيف حالك؟ كيف صحة؟ How's your health? كيف حال الأولاد? How's your parents? أخبار علوم. നമ്മുടെ ആടുജീവിതത്തിൽ കഫീലായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ താലിബാണ് ഇങ്ങനെ ഒരു പ്ലേസ് പറഞ്ഞു തന്നത്. മബേലയിൽ ഇതുപോലെ ഒരു ഷുവ ഉണ്ടാക്കുന്നൊരു പിറ്റുണ്ട്, അവിടെ എല്ലാവരും കൂടെ വരും. അങ്ങനെ ഈദിൻ്റെ ഫസ്റ്റ് ഡേ ഉച്ചയ്ക്ക് നല്ല ചൂടുമാണ്, അറിയാമല്ലോ ഇപ്പോഴത്തെ ചൂട്, നല്ല ചൂടും. ഈ ഒരു കുഴിയിൽ ഇവർ രാവിലെ വിറക് വെച്ചതാണ്. അപ്പം നല്ല ഹൈറ്റിൽ അത് ഏകദേശം കനലായി അവസാനത്തെ സ്റ്റേജിലായിരുന്നു ഉച്ചയായപ്പം. അങ്ങനെ ഉച്ചക്കത്തെ പ്രെയർ ടൈം കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ, കാരണം ഈ ഒരു കാണുന്ന പിറ്റ് 1975 ഉണ്ടാക്കിയതാണെന്നാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അവിടുത്തെ ഒരാൾ പറഞ്ഞു. But they are small. You know who is coming here? Okay. The names and because they are all neighbors. Some seems like me. I'm staying very far from here. So, but I will tell them. I will bring mine to you. Then they'll say, okay, bring it, no problem. I'll keep it here. They will throw it for me. Next day I'll come and take my. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇവിടെ ഏതൊക്കെ ഫാമിലീസാണ് അന്ന് തൊട്ട് തന്നെ മീറ്റ് കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓരോരോ ആളുകൾ കാറിലും ഒക്കെ ആയിട്ട് മീറ്റ് കൊണ്ടുവന്നു. ഈ മീറ്റ് കൊറിയാൻഡറും ക്യുമിനും ഒക്കെ കൂടെ സ്പൈസസ് ഒക്കെ ചേർന്ന് മാരിനേറ്റ് ചെയ്ത് വാഴയിലയിൽ വെച്ച്, എന്നിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ പായലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ചാക്കിൽ കെട്ടി അതിൻ്റെ പുറത്തൊരു മെഷുണ്ട്, ഈ ചാക്കിന് തീ അധികം തട്ടാതിരിക്കാനാവണം. അപ്പം മെഷ് വെച്ചിട്ട് ആണ് പൊതിഞ്ഞ് കൊണ്ടുവരുന്നത്. Bananas and bidam also, loaves. We'll cut that, keep it around, outside. So this burning won't be high. This meat will not burn. So you keep it around that, inside keep meat, inside keep meat up to fill it. Then you will close it. പിന്നെ രസമായിട്ട് തോന്നിയത് ഓരോരാൾക്കും അവരവരുടെ ചാക്ക് തിരിച്ചറിയാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ചിലവർ നമ്മുടെ നട്ട്, അല്ലെങ്കിൽ പെപ്സിയുടെ ക്യാന്, ഫ്രൈയിങ് പാൻ, അങ്ങനെ പൈപ്പിൻ്റെ പീസ്, അങ്ങനെ ഓരോരാളും അവരവരുടെ ചാക്ക് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ മുകളിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാവരും എത്തിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരു കൗണ്ടൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് ഈ കുഴിയിലേക്ക് ഈ ചാക്ക് ഇട്ടു. ഈ ഒരു സിസ്റ്റം, ഇങ്ങനൊരു കുക്കിംഗ് സ്റ്റൈല് വന്നത് എനിക്കൊന്ന് നൊമാറ്റിക്, ഒരുപാട് പഴയ കാലഘട്ടത്തിൽ മൃഗങ്ങളൊന്നും വന്ന് ഫുഡ് കഴിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിരിക്കണം ഇതുപോലെ ഒരു പിറ്റിനകത്ത് ഒരു കുക്കിംഗ് ശൈലി വന്നത്. യമനിലും ഇതുപോലെ മധൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡും ഇതേ ഒരു സ്റ്റൈലിൽ പിറ്റിൽ തന്നെയാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. അപ്പം തന്നെ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഇത് ലിഡ് വെച്ചിട്ട് അതങ്ങ് അടച്ചു. ഒരു കോൺക്രീറ്റ് സ്ലാബ് അടച്ചിട്ട് ഈ അടച്ച ആളെല്ലായിടത്തും മണ്ണൊക്കെ ഇട്ടിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു ഒരു കാറ്റ് പോലും ഇതിനകത്ത് കടക്കുന്നില്ല എന്നുള്ളത്. കാരണം ഒരു എയർ ടൈറ്റ് എന്നുള്ള രീതിയിൽ ആക്കിയതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു. അങ്ങനെ എന്തായാലും 2 ദിവസത്തിന് ശേഷം അവർ നമ്മളോട് പറഞ്ഞു ഉച്ചക്കത്തെ പ്രെയറിൻ്റെ സമയം കഴിയുമ്പോഴായിരിക്കും നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീണ്ടും അതേ സമയത്ത് ചെന്നു. ഈ മീറ്റ് ഇട്ട് എല്ലാവരും വന്നു. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തപ്പം നന്നായിട്ട് ഏകദേശം 44 മണിക്കൂറായിട്ടുണ്ട് അപ്പോഴത്തേക്ക്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് ഇത് ഓരോരാളും അവരുടെ ചാക്ക് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ അദ്ദേഹം ഞങ്ങളെ വിളിച്ചു.
അപ്പോൾ ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിച്ചു. ചാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ മീറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എല്ല് ബോൺ പീസ് അങ്ങ് എടുത്ത് മാറ്റുമ്പോൾ തന്നെ മീറ്റെല്ലാം അങ്ങ് ഒരു പ്ലാറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും ഷെയർ ആൻഡ് കെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കെയർ ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ കഴിക്കാനായിട്ടുള്ളൊരു അവസരം, ഒരു കമ്മ്യൂണൽ ആക്ടിവിറ്റി പോലെയാണ് തോന്നിയത്. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനേക്കാൾ അപ്പുറം ഈ ഒരു പ്രത്യേക അവസരങ്ങളിൽ ഒമാനിലിങ്ങനെ ചെയ്യുന്നത് ഒരു പുറത്തെ പ്രശ്നങ്ങളൊക്കെ മറന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖവും കാര്യമൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒമാനിൽ വന്നിട്ട് ഒമാനി ഉണ്ടാക്കിയ ഷുവ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒമാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒമാനി ഷുവ ട്രഡീഷണലി കുക്ക് ചെയ്യുന്ന ആ ഒരു രീതി. ഇതുപോലെയുള്ള വിശേഷങ്ങൾ ഒമാനിൽ കുറച്ചുകൂടെയൊക്കെ വീഡിയോസ് ഈ ഒരു ഈദ് അവധിക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രവാസി റിലേറ്റഡ് ആയിട്ടുള്ളതും ലൈഫ് റിലേറ്റഡ് ആയിട്ടും ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് കട്ടൻ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാം.